ലോർഡ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ വലിയവനായ കർത്താവ് എനിക്കെന്ന ഭാഗ്യത്തിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആമേൻ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അനേരും ആരാധനയ്ക്കെല്ലാം പോയി വചനം കേട്ടു, ബലപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കേട്ട ഒരു വചനം പോലും വെറുതെ ആയി തീരത്തില്ല. എല്ലാ വചനവും, നിങ്ങളിന്ന് കേട്ട ഓരോ വചനങ്ങളും ഓരോ വാഗ്ദത്തങ്ങളും, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, പ്രവാചകന്മാർ സംസാരിച്ചത്, ദൈവദാസന്മാർ സംസാരിച്ചത് ഒന്നും വെറുതെ ആയി പോകത്തില്ല. എല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. രണ്ട് കാര്യം ഓർക്കുക. ഒന്ന്, കേട്ട വാഗ്ദത്തങ്ങളൊന്നും വെറുതെ ആയി തീരത്തില്ല. മുഴുവൻ വാഗ്ദത്തങ്ങളും തക്ക സമയത്ത് കർത്താവ് അത്ഭുതകരമായി ചെയ്യും. രണ്ട്, അവൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒന്നും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനുമല്ല കർത്താവ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആമേൻ. ഒരു ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്. ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിന് മുഴുവൻ കർത്താവ് പ്രതിഫലം തന്നിരിക്കും. കാരണം അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ലോർഡ്. പലരും പറയാറുണ്ട്, ഈ ലോകത്തും കിട്ടിയില്ലെങ്കിലും അങ്ങ് ചെന്ന് കഴിയുമ്പോൾ കർത്താവ് നന്മ, അവിടെയും നന്മയുണ്ട്. ഈ ലോകത്തിൽ തന്നെ അവൻ ആമേൻ പ്രതിഫലം തരുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. നിനക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകളുടെ മേൽ എൻ്റെ കർത്താവ് നന്മകൾ പകരുവാൻ ഇടയായിത്തീരും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഒരു വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ആമേൻ എന്നെ ഭരമേൽപ്പിച്ചിരുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ വാക്യത്തിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് ധ്യാനിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്. എത്ര വലിയ മനോഹരമായ വചനമാണല്ലേ. ആമേൻ. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ യേശുവിനെ മതി, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് യേശു മതി എന്ന് പറഞ്ഞ് നമ്മൾ യേശുവിനെ തിരഞ്ഞെടുത്തതല്ല. പ്രൈസ് ലോർഡ്. വചനം പറയുന്നത് എന്തുവാ? അവൻ യേശു എന്താ പറഞ്ഞത്? ആമേൻ, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ആമേൻ, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അല്ലേ? ആരാ തിരഞ്ഞെടുത്തത്? ഒരു മനുഷ്യനല്ല. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു നേതാവല്ല. ആമേൻ. ഒരു വ്യക്തിയല്ല. എന്നെ നിങ്ങളെയും തിരഞ്ഞെടുത്ത ആരാ? ആകാശവും ഭൂമിയും നിർമ്മിച്ച സർവശക്തനായ ദൈവം. പ്രൈസ് ലോർഡ്. ആ കർത്താവ് ആമേൻ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത എന്നെ അവൻ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, അവൻ പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയ ഭാഗ്യം വേറെ എന്താ കിട്ടാനുള്ളത്? ആമേൻ. എഫേസ്യർ 1-ാമത്തെ അധ്യായം പറയുകയാണ്, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ യേശു ക്രിസ്തുവിൽ അവൻ നമ്മളെ കണ്ടു. ആമേൻ. എന്നാ തിരഞ്ഞെടുത്തത്? അവൻ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ. പലരും പറയാറുണ്ട്, വേറെ ആ കടഭാരം വന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്, ആ രോഗം വന്നതുകൊണ്ടാണ് യേശുവിനെ അറിഞ്ഞത്, അല്ല ആ വിഷയം വന്നതുകൊണ്ടാണ് യേശുവിനെ അറിഞ്ഞത് എന്നൊക്കെ നമ്മൾ സാക്ഷ്യത്തിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആമേൻ, രോഗം വന്ന് സൗഖ്യമായ എത്രയോ പേര് യേശുവിനെ അറിയാതെ പോയി. കടഭാരം വന്നു പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് എത്രയോ പേര് യേശുവിനെ ആമേൻ രക്ഷിതാവായി സ്വീകരിക്കാതെ കടന്നുപോയി. പ്രൈസ് ലോർഡ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളും യേശുവിനെ അറിഞ്ഞത്? ഒറ്റ കാര്യമേ ഉള്ളൂ, കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെ മേൽ വന്നുകൊണ്ട് മാത്രമാണ്. ആമേൻ. അത് നമുക്കൊന്നും പ്രശംസിപ്പാനായിട്ടില്ല. നമ്മുടെ കഴിവല്ല, പ്രാർത്ഥനയുടെ കൂടുതലല്ല, നമുക്ക് വേണ്ടി ആരോ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടല്ല. അതൊക്കെ വേണം, പ്രാർത്ഥിക്കണം. പക്ഷേ അതുകൊണ്ടൊന്നും അല്ല. അവൻ വചനം പറയുകയാണ്, കൃപയാലത്രേ അവൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഒന്ന് പറഞ്ഞ്, ഞാനായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാല. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാനായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാല. ആമേൻ. സോ നോക്കിയേ, ആമൻ ഈ ഭാഗം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു വേദഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് അതുകൂടെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1 ശമൂവേൽ പ്രവാചനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗലിനെ ആമേൻ മനുഷ്യൻ്റെ ആവശ്യപ്രകാരം മനുഷ്യൻ ആവശ്യപ്പെട്ടു. ഇല്ലേ? ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, എല്ലാ ജാതിക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ രാജ്യങ്ങൾക്കും ഒരു രാജാവുണ്ട് എന്ന് പറയുന്ന പോലെ തങ്ങൾക്കും തങ്ങളെ നയിപ്പാൻ ഒരു രാജാവിനെ വേണമെന്ന് പ്രവാചകനോട് ആമേൻ ഈ ഇസ്രായേൽ ജനം എല്ലാം ആവശ്യപ്പെട്ട പ്രകാരം അവരുടെ ആവശ്യപ്രകാരം ദൈവം ആമേൻ ശൗലിനെ
ആമേൻ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവാക്കി വെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സോ നോക്കിയാൽ നമുക്കറിയാം ശൗലിൻ്റെ മേൽ നിന്ന് ആമേൻ ദൈവത്തിൻ്റെ പദ്ധതി മാറി. കാര്യം ശൗല് കർത്താവിൻ്റെ പദ്ധതി വിട്ട് നടന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നാ സംഭവിച്ചത്? ശൗലിൻ്റെ മേൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതി മാറി. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തൻ്റെ ജനത്തിന് ദൈവമായി ആമേൻ ഒരു രാജാവിനെ കർത്താവ് നിയമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് 1 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആമേൻ. നോക്കിയേ, ആമേൻ ശമൂവേൽ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, നീ വേഗം ബെത്ലഹേമിൽ ചെല്ലണം, ഇശയുടെ ഭവനത്തിൽ ചെല്ലണം. അവിടെ ഞാൻ ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ ഒരുവനെ അഭിഷേകം ചെയ്യാൻ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചരിത്രമെല്ലാം അറിയാം. ആമേൻ. പ്രവാചകൻ ആമേൻ ഇശയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നിട്ട് താൻ അവരോട് ചോദിക്കുകയാണ്, ആമേൻ, ഇശയുടെ 7 മക്കളെയും ആമേൻ പ്രവാചകന്റെ മുൻപിൽ താൻ പ്രസന്റ് ചെയ്യുകയാണ്. ഇല്ലേ? മിടുക്കന്മാർ, കഴിവുള്ളവർ. പ്രൈസ് ദി ലോർഡ്. അവർ മനുഷ്യൻ്റെ കണ്ണ് അങ്ങനെ മനുഷ്യനെപ്പോഴും ആമേൻ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ കണ്ണിൽ നല്ലവരും തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനമുള്ളതും തോന്നുന്ന, അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിന് ആമേൻ യോഗ്യനെന്ന് അവർക്ക് തോന്നുന്നവരെ എന്നാ ചെയ്യും? ആമേൻ മുന്നോട്ട് കൊണ്ടുവരും. ഇല്ലേ? പ്രസന്റ് ചെയ്യും. അല്ലെങ്കിൽ ആമേൻ ചില സ്ഥാനങ്ങളൊക്കെ ഏൽപ്പിക്കുക. അത് അവരുടെ കാഴ്ചപ്പാട് പ്രകാരം. പക്ഷെ നോക്കിയേ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നോക്കിയേ. ആമേൻ. അതിനെ പറയുകയാണ്, ആമേൻ ലോകത്തിൽ ഭോഷത്വമായതിനെ എന്നാ ചെയ്തു? ദൈവം തിരഞ്ഞെടുക്കുക. പ്രൈസ് ലോർഡ്. ബലഹീനമായതിനെ ദൈവം എന്നാ ചെയ്യുക? തിരഞ്ഞെടുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ആമേൻ ലോകത്തിൽ ബുദ്ധിയുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബുദ്ധിഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഇല്ലേ? അപ്പോൾ പലപ്പോഴും മനുഷ്യൻ ആമേൻ തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യന് പല കാഴ്ചപ്പാടുണ്ട്. ഇന്നയാൾ ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം. ഇപ്പോൾ നോക്കിയേ, ഇശയുടെ ഭവനത്തിൽ വന്നിട്ട് ശമൂവേൽ പ്രവാചകൻ ആമേൻ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായി നിന്റെ ഒരു മകനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തൻ്റെ കാഴ്ചപ്രകാരം ആമേൻ തൻ്റെ കണ്ണിൽ രാജാവാകാൻ യോഗ്യതയുള്ള ആമേൻ തൻ്റെ മക്കളെല്ലാം പ്രവാചകന് മുമ്പിൽ ഓരോന്നായി പ്രസന്റ് ചെയ്യുകയാണ്. എൻ്റെ ഭാവനയിൽ പറഞ്ഞാൽ, എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, നല്ല സൈസുള്ളവർ, നല്ല കഴിവുള്ളവർ, അല്ലെങ്കിൽ നല്ല എന്നാ പറയുക ശക്തിയുള്ളവർ, ബലമുള്ളവർ. പ്രൈസ് ലോർഡ്. അങ്ങനെ അവൻ്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ കണ്ണിൽ ആമൻ നല്ലതെന്നും മിടുക്കന്മാരും തോന്നുന്നവരെയൊക്കെ എന്നാ ചെയ്യുക? ആമൻ പ്രവാചകൻ്റെ മുൻപിൽ ആമൻ ഇവർ പ്രസന്റ് ചെയ്യുകയാണ്. പക്ഷെ ഓരോരുത്തരായി പ്രവാചകന്റെ മുമ്പിൽ കടന്നു വരുമ്പോഴും പ്രവാചകന്റെ അകത്ത് ദൈവശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇവനെ അഭിഷേകം ചെയ്യുവാനായിട്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ 7 പുത്രന്മാരെയും ആമേൻ താൻ പ്രവാചകന് മുമ്പിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ആമേൻ, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ? കാര്യം പ്രവാചകൻ അറിയാം, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റണം, ഒരു ഉണർവാക്കി മാറ്റണം, നിന്നെ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ആമേൻ, നീ പേടിക്കണ്ട. നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള വേല, നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പദ്ധതി, ആമേൻ, കർത്താവ് നിന്നെക്കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഓരോരുത്തരായി പ്രസന്റ് ചെയ്തപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചു. ആമേൻ. അതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയ ഒരുത്തനുണ്ട്. ആമേൻ. അവൻ ആടുകളെ മേയ്ക്കാൻ കാട്ടിൽ പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് പറഞ്ഞ ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്, ആദ്യം സമയമെടുക്കുന്നില്ല. സോ നോക്കിയേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇശായി പറയുകയാണ്, ഇനിയൊരുത്തരുണ്ട്, വലിയ ഗുണമൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല, ഇവന്മാരെ പോലെ മിടുക്കനൊന്നുമല്ല, രാജാവാകാൻ കൊള്ളത്തൊന്നുമില്ല, അവനൊന്നും ആയിരിക്കത്തില്ല ദൈവം ഉദ്ദേശിച്ചത്. ആമേൻ. പ്രൈസ് ലോർഡ്. ആമേൻ. അതുകൊണ്ട് അവന് വലിയ ഗുണമില്ലാത്തതുകൊണ്ട്, അവന് വലിയ കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഈ ചേട്ടന്മാരെ പോലെ മിടുക്കന്മാരല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ആടുകളെ മേയ്ക്കാൻ കാട്ടിവിട്ടിരിക്കുക. പ്രൈസ് ലോർഡ്. അവനെ വിളിക്കണം. ആമേൻ. നമ്മുടെ ഭാഷ ചോദിച്ചാൽ അവനെ വിളിക്കണോ? അവൻ വന്നിട്ട് ഇപ്പം എന്നാ കാണിക്കാൻ? അവനെ വിളിക്കണം, അവനെ വേണോ? അവനെയാണോ കർത്താവ് ഉദ്ദേശിച്ചത്? ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ പലരും പറയാമല്ലോ. ആ പുള്ളിക്കുള്ളിലാണോ ഇനിയും, ആ പുള്ളിയെ കൊണ്ടാണോ ഇനി ചെയ്യാൻ പോണേ? ഇനി ആ പുള്ളിക്കുള്ളിൽ നടക്കുമോ? പ്രൈസ് ലോർഡ്. ഇനി അങ്ങേരെ കൊണ്ടുള്ള നടക്കുമോ എന്നൊക്കെ അവൻ നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും പലരെ കുറിച്ചൊക്കെ പറയാറില്ലേ? പ്രൈസ് ലോർഡ്.
സോ നോക്കി ഇവിടെ ഇശയ്യാ ചോദിക്കുകയാണ്, ഒരുത്തനുണ്ട്, അവൻ കാട്ടിക്കിടപ്പുണ്ട് ആടിനെ മേയ്ക്കാൻ, ഇനി അവനെയൊക്കെ വിളിച്ച് വരുത്തണം, പ്രൈസ് ലോർഡ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പ്രവാചകന്റെ മറുപടി എന്നാണെന്നറിയാമോ? എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കത്തില്ല. ഇന്ന് നിന്നോടുള്ള ദൂതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, അപ്പൻ ഉപേക്ഷിച്ചത്, അപ്പൻ മറന്നു കളഞ്ഞത്. നോക്കിയേ, തൻ്റെ വീട്ടിലൊരു വലിയ സംഭവം നടക്കുമ്പം ഇസ്രായേലിന്റെ രാജാവായി ഒരുവൻ അഭിഷേകം ചെയ്യുവാൻ അവൻ ഒരു പ്രവാചകൻ വന്നിരിക്കുമ്പോൾ നിശ്ചയമായും ഈ ഇശയ്യാ എന്ത് ചെയ്യണം? തൻ്റെ ഇളയ മകനെ കൂടെ വിളിക്കണമായിരുന്നു, ഇല്ലേ? കാര്യം വീട്ടിൽ വലിയ ഫംഗ്ഷൻ നടക്കുക, ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാനെങ്കിലും ഈ ഇളയ മകനെ ഒന്ന് വിളിക്കണ്ടേ? ആ ഇളയ മകനെ ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കാതെ, ഹല്ലേലൂയ, അവൻ അപ്പൻ പോലും മറന്നു കളഞ്ഞ, സഹോദരന്മാർ പോലും മറന്നു കളഞ്ഞ, എല്ലാവരും മറന്നു കളഞ്ഞ ഒരു പയ്യൻ ദാവീദ്. പ്രൈസ് ലോർഡ്. സോ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ, നിന്റെ കാഴ്ചപ്പാടിന് അവൻ നല്ലവരായിരിക്കത്തില്ല, നിന്റെ കാഴ്ചപ്പാടിന് രാജാവാകാൻ യോഗ്യതയൊന്നും കാണത്തില്ലായിരിക്കാം, നിന്റെ കണ്ണിൽ അവൻ വലിയ ഗുണമില്ലാത്തവനായിരിക്കാം, പ്രൈസ് ലോർഡ്, വലിയ കഴിവില്ലാത്തവനായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം, മിടുക്കില്ലാത്തവനായിരിക്കാം, പക്ഷേ അവനും കൂടെ വന്നിട്ടല്ലാതെ എനിക്ക് ഈ പന്തിക്കിരിക്കാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരും നിന്നെ തള്ളിക്കളഞ്ഞു കാണും. പല കാര്യങ്ങൾ പറഞ്ഞ്, കഴിവില്ലെന്ന് പറഞ്ഞ്, മിടുക്കില്ലെന്ന് പറഞ്ഞ്, സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ്, അറിവില്ലെന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ്, പണമില്ലെന്ന് പറഞ്ഞ്, യോഗ്യതയില്ലെന്ന് പറഞ്ഞ്, പ്രൈസ് ലോർഡ്, അവൻ പലതും 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 പറഞ്ഞ് നിന്നെ പലരും തള്ളിക്കളയുന്ന അനുഭവത്തിലാണോ ഇന്ന് ഈ വചനം കേൾക്കുന്നത്? ആമേൻ. പ്രിയപ്പെട്ടവനെ, ആമേൻ, തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ആമേൻ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞില്ലേ, തള്ളിക്കളഞ്ഞ കല്ല് അവൻ മൂലക്കല്ലായി മാറും. നിന്നെ തള്ളപ്പെട്ട അനുഭവത്തിലാണോ ഇന്ന് പകൽ നീ വചനം കേൾക്കുന്നത്? നിന്നെ ബന്ധുമിത്രാതെ തള്ളിക്കാണുമായിരിക്കാം, നിന്റെ ഭവനക്കാര്, അവൻ സ്വന്തം സഹോദരങ്ങള് നിന്നെ തള്ളിക്കളഞ്ഞുണ്ടായിരിക്കാം, നിന്റെ സഭ നിന്നെ പലതും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. പ്രൈസ് ലോർഡ്. ഏത് അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നു, പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുക. അവൻ മനുഷ്യർ തള്ളിയതിനെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. മനുഷ്യർ മാറ്റി നിർത്തിയതിനെ, മനുഷ്യൻ കൊള്ളത്തിൽ നിന്ന് വിധി എഴുതിയതിനെ, അവൻ മനുഷ്യൻ പ്രയോജനമില്ലെന്ന് കരുതി മാറ്റിയിട്ടതിനെ ഇന്നു പകൽ മാനിക്കുവാൻ ഒരുവൻ കടന്നു വന്നിട്ടുണ്ട്. ആ നല്ല കർത്താവ് ഇന്നു പകൽ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്നെ തള്ളിയിടത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്തിരിക്കും. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ ഈ പന്തിക്ക് ഇരിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന നിർബന്ധത്താൽ ദാവീദിനെ ആ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. നിർബന്ധത്താൽ. പ്രൈസ് ദി ലോർഡ്. താല്പര്യം കൊണ്ടല്ല. ആമേൻ. നിർബന്ധത്താൽ എന്നെ ചെയ്യുക, ആ ദാവീദിനെ ആ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുക, അല്ലേ? അവൻ കാട്ടിൽ കിടന്ന ദാവീദ്, ആടുകളെ മേയ്ക്കാൻ പോയവൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ ദാവീദ് പറഞ്ഞ അപ്പനും അമ്മയും എന്നെ മറന്നു കളയുന്ന നാളുകളുണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവൻ മറക്കപ്പെട്ടവനായി, മറന്നവനായി, എല്ലാവരും തള്ളപ്പെട്ടവനായി. ആമേൻ. കാട്ടിൽ ഏകാന്തതയോടെ, ആരുമില്ല സംസാരിക്കാൻ, ആടുകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? പക്ഷേ അവരവിടെയും ദൈവത്തെ വാഴ്ത്താൻ മറന്നുപോയില്ല കേട്ടോ. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, ദൈവവുമായി കൂട്ടായ്മ ആചരിപ്പാൻ അവൻ മറന്നുപോയില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിന്റെ ഏകാന്തതയിൽ ആമൻ നീ പരാതി പറയേണ്ട, നീ ആരെയും കുറ്റം പറയേണ്ട. നിന്റെ ഏകാന്തതയിൽ ആമൻ സർവശക്തനായ യേശു ക്രിസ്തുവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ആചരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആമൻ പത്മോസിന്റെ ഏകാന്തതയിലും ആമൻ യോഹന്നാന് വേണ്ടി ആമൻ സ്വർഗം തുറന്നിറങ്ങി ആർക്കും കിട്ടാത്ത ആമൻ ദൈവിക ദർശനം വെളിപ്പാട് കാണിച്ച കർത്താവ് ഇന്നു പകൽ നിന്റെ ഏകാന്തതയിൽ, നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ തള്ളപ്പെടലുകളിൽ അവൻ ലോകത്ത് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില ആത്മീയ ദർശനങ്ങൾ, ആത്മീയ മണ്ഡലങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ അവൻ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ ഇന്നു പകൽ യേശു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. നിന്റെ ഏകാന്തതയെ അത്ഭുതമാക്കുന്ന യേശു. പ്രൈസ് ലോർഡ്. ദാവീദ് ആ കാട്ടിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ ആടുകളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ആമേൻ. അവൻ
അവൻ കിന്നരം വീട്ടി, അവൻ പ്രൈസ് ലോർഡ്, അവൻ ദൈവസന്നിധിയിൽ അവൻ ദൈവത്തെ പാടിക്കാണും, അവൻ ദൈവസന്നിധിയിൽ സ്തുതിച്ചു കാണും, അവൻ ദൈവമായി കൂട്ടായ്മ ആചരിച്ചു കാണും. ഹല്ലേലൂയ. അപ്പനും അമ്മയും അവൻ ദാവീദിനെ കണ്ടില്ലെങ്കിലും, അവൻ ദാവീദിനെ മറന്നെങ്കിലും, അവൻ ദൈവമായി കൂട്ടായ്മ ആചരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ പാടി ആരാധിക്കുന്ന ദാവീദിനെ മറ്റാരും കണ്ടില്ലെങ്കിലും അവൻ കാണേണ്ടവൻ അവനെ കണ്ടു. ഇന്ന് തന്നെ ആരും കാണുന്നില്ലായിരിക്കും, ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. പ്രൈസ് ലോർഡ്. പക്ഷെ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കാമോ? യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം വർദ്ധിപ്പിക്കാമോ? നിന്നെ കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്. ആമേൻ. അവൻ നിന്നെ ചുമ്മാ കാണുകയല്ല. ആമേൻ. നീ എവിടൊക്കെ തലകുനിക്കപ്പെട്ടുവോ, എവിടൊക്കെ നിന്ദിക്കപ്പെട്ടുവോ, എവിടൊക്കെ തകർക്കപ്പെട്ടുവോ, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തി 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 മാനിച്ചിരിക്കും നിശ്ചയം. ആമേൻ. വിശ്വസിക്കും പ്രിയപ്പെട്ടവനെ. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നല്ല ഭക്ഷണമെല്ലാം ഒരുക്കിയിട്ടുണ്ട്, ശരിയാണ്. നിന്റെ മക്കളെല്ലാം നീ വിളിച്ചു നിർത്തി, എല്ലാം ശരിയാണ്, എല്ലാം ഓക്കെ. പക്ഷേ ആമേൻ, അവൻ വന്നിട്ടല്ലാതെ, നീ മറന്നുപോയ, നീ വിളിക്കാൻ വിട്ടുപോയ, നീ നിസ്സാരത മാറ്റി നിർത്തിയ ആമേൻ, അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഈ പന്തിക്ക് ഇരിക്കത്തില്ല എന്നവൻ പറഞ്ഞു. എന്നാ സംഭവിച്ചത്? ആമേൻ എന്ന് പറഞ്ഞു. ശമൂവേൽ യിശായിയോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ല എന്നാ പന്തിക്ക് ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. നിന്നെ ആമേൻ വിളിച്ച് മാനിക്കുന്ന ഒരു ദിനം വരുന്നുണ്ട്. രാമൻ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. നിന്നെ തള്ളിയവർ തന്നെ, നിന്നെ നിന്ദിച്ചവർ തന്നെ ആളയച്ച് നിന്നെ വിളിച്ച് മാനിക്കുന്ന ഒരു ദിനം, ഇതൊരു പ്രവചനമായിട്ട് ഏറ്റെടുത്തേ, വരുന്നുണ്ട് പ്രിയപ്പെട്ടവനെ. ധൈര്യത്തോടെ ഇരിക്കുക. നീ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയല്ല, നീ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ്. ആമേൻ എന്ന് പറഞ്ഞു. ഉടനെ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ അവൻ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ, നോട്ട് ചെയ്തോണേ, ഹല്ലേലൂയ, അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഇന്ന് നിങ്ങളോട് പറയാൻ ഇത്രയും ദൂതമുള്ളൂ. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ വെച്ച് തന്നെ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. വാ ശന്തര റിഗതന ബൗഡ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ വേദന കാണുന്നൊരു യേശുവുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നൊരു യേശുവുണ്ട്, നിന്റെ ഒറ്റപ്പെടലും നിന്റെ തകർച്ചയും കാണുന്നൊരു യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തുവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ അവന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അവൻ ആരാധിപ്പാൻ തയ്യാറാണോ? ആരൊക്കെ മറന്നാലും, ഞാൻ പറഞ്ഞ മറക്കണം, ആൾക്കാർ മറക്കട്ടെ, നമ്മളെ ആമേൻ, എല്ലാവരും മറക്കട്ടെന്നേ. പ്രൈസ് ലോർഡ്. എല്ലാവരും മറന്നാൽ ഒരിക്കലും മറക്കാത്തൊരുത്തൻ നിന്നെ ഓർക്കും. ആമേൻ. അവൻ ഓർക്കുക മാത്രമല്ല, നീ എവിടെയാണോ പരാജയപ്പെട്ടത്, ആരാണോ നിന്നെ മറന്നു കളഞ്ഞത്, അവരുടെ മുമ്പിൽ തന്നെ, അവരുടെ നടുവിൽ തന്നെ അവൻ നിന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തുകയും ചെയ്യും. ആമേൻ. എന്നൊരു ചെറിയൊരു മെസ്സേജ് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടുത്തലുകളും നിരാശകളും സങ്കടങ്ങളും ആമേൻ അതിനെ ഒരു ആരാധനയുടെ സ്ഥലമാക്കി മാറ്റാൻ നീ പഠിക്കണം. നിന്റെ ആ വേദനയിൽ നീ നിരാശ പറഞ്ഞ് സങ്കടം പറഞ്ഞ് മാറിയിരിക്കാൻ വേണ്ടിയല്ല, ആ സങ്കടകരമായ അവസ്ഥയെ, ആ വേദനയെ, ആ ഒറ്റപ്പെടലിനെ ആമേൻ സ്വർഗീയ ദർശനത്തിന്റെ, അഭിഷേകത്തിന്റെ ആമേൻ മറ്റൊരു തലമാക്കി മാറ്റാൻ നീ പഠിക്കണം. ആമേൻ. കാരണം പ്രിയപ്പെട്ടവനെ, നമ്മുടെ ആശ്രയം ഒരു മനുഷ്യനിലല്ല, നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല, നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനല്ല. ആമേൻ. നിന്നെ വിളിച്ചതും നിന്നെ അഭിഷേകം ചെയ്തതും നിന്നെ നിർത്തിയതും സർവശക്തനായ ദൈവമാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് വേഗത്തിൽ പങ്കിടുക മാത്രമാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ദൂതായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒരു പരാതിയും പറയണ്ട, ഒരു സങ്കടവും ആരോടും പറയണ്ട. ഒരു മനുഷ്യന് മുമ്പിലും കരയാൻ പോകരുത്, ഒരു മനുഷ്യന് മുമ്പിലും കരയരുത്. ആമേൻ, ആമേൻ. നീ കരയുന്നെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമായിരിക്കും. ആമേൻ. നീ മുഴങ്കാലും മടക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രം മുഴങ്കാൽ നീ മടക്കുക. നിന്റെ വേദന പകരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രം നീ വേദന പകരുക. ആമേൻ. നിന്നെ കേൾക്കുന്നൊരു യേശുവുണ്ട്. നമ്മൾ ഒരു പാട്ട് ഈ കേൾക്കുന്ന പോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നൊരു കാത് എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്നൊരു കാത് എനിക്കുണ്ട്. ആമേൻ. ബാക്കി എല്ലാ കാതുകളും ഒരുപക്ഷെ ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയായിരിക്കാം തിരിക്കുന്നത്. നിന്റെ ഭാഗത്തെ ന്യായം കേൾക്കാനോ നിന്നെ കുറിച്ച് കേൾക്കാനോ ആർക്കും സമയം കാണത്തില്ല. ആത്മീയരെന്ന് പറയുന്നവർക്ക് പോലും സമയം കാണത്തില്ല. കാര്യം ഓരോരുത്തർ ഇഷ്ടം, അവരുടെ ഇഷ്ടപ്രകാരം ഉള്ള കേൾക്കാനേ ചിരിക്കും. അവർക്ക് എവിടെയാണോ പ്രയോജനം അത് കേൾക്കാനേ മനുഷ്യൻ ചെവി തിരിക്കത്തുള്ളൂ. പക്ഷേ എല്ലാ ചെവിയും നിന്റെ ശബ്ദം കേൾക്കാൻ അടഞ്ഞു പോയാലും ആമേൻ, നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു യേശു, നിന്റെ ശബ്ദം കേൾക്കുന്നൊരു കാത് ഇന്ന് പകലും നിനക്ക് വേണ്ടി തുറന്നിരിപ്പുണ്ട്. അവനോട് നീ കാര്യം പറയുക, അവൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. സോറി. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം. നീ വചനം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ വേഗത്തിൽ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അവിടെ വേഗത്തിൽ വന്ന് നിങ്ങളെ ഷെയർ ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവാണ് നമ്മളെ വിളിച്ചത്. ആമേൻ. ആ കർത്താവ് നിന്നെ കാണുന്ന കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിന്നെ കരുതുന്ന കർത്താവ്. ഞാൻ വീണ്ടും പറയാം, ആമേൻ. നീ ഒറ്റപ്പെട്ട അനുഭവത്തിലാണോ ഇരിക്കുന്നത്? ആരും നിൻ്റെ കൂടെ ഇല്ലേ? സൗര എന്നാ ഉണ്ട് വിശേഷം, സൗരി എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ ആരും നിൻ്റെ കൂടെ ഇല്ലേ? എല്ലാവരും നിനക്കെതിരെയാണോ പറയുന്നത്? ധൈര്യത്തോടിരുന്നോ. ആമേൻ. അവർക്കാർക്കും ഇല്ലാത്തൊരു ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ആ യോഹന്നാൻ പത്മോസിൽ ഒറ്റപ്പെട്ടു പോയില്ലേ? സുവിശേഷ നിമിത്തമല്ലേ പത്മോസിൽ ഒറ്റപ്പെട്ടു പോയത്? ആമേൻ. പക്ഷേ യോഹന്നാന്റെ നാശമായിരുന്നു? അല്ലല്ലോ. യോഹന്നാന് വേണ്ടി എന്നാ ചെയ്തു? ആരും കണ്ടിട്ടില്ലാത്ത ദർശനം, സ്വർഗീയ ദർശനം കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കി. ഈ നാളുകളിൽ നിന്നോട് കർത്താവ് സംസാരിക്കട്ടെ. സ്വർഗീയ ദർശനങ്ങൾ നീ കാണട്ടെ. എൻകൗണ്ടറുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആമേൻ. ഇത് അന്ത്യകാലമാണ് പ്രിയപ്പെട്ടവരെ. അന്ത്യകാല ഉണർവിനായി കർത്താവ് നിന്നെയും എന്നെയും എല്ലാം അഭിഷേകം ചെയ്ത് അതിശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിലല്ല ഞങ്ങളുടെ ആശ്രയം. അങ്ങ് പറഞ്ഞല്ലോ, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവെ, ചില കുതിരകളും ചില രഥങ്ങളിലും ആശ്രയിക്കും. ഞങ്ങളോ ഞങ്ങളുടെ കർത്താവായ യേശുവിലാണ് ആശ്രയിക്കുന്നത്. അപ്പായെ, ഇനി വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങളുടെ വിളി ആമേൻ ഒരു മനുഷ്യനല്ല ഞങ്ങളെ വിളിച്ചത്, ഒരു സഭയോ ഒരു സമുദായമോ അല്ല ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ വിളിച്ചത് സർവശക്തനായ ദൈവമാണല്ലോ. അങ്ങ് പറഞ്ഞല്ലോ, ആമേൻ, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു വന്നു. ഹല്ലേലൂയ. ഞങ്ങളല്ലല്ലോ നിന്നെ തിരഞ്ഞെടുത്തത്, നീയാണല്ലോ ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ നശിക്കാൻ വേണ്ടി അല്ലല്ലോ കർത്താവേ. ആമേൻ. അന്ത്യത്തോളം ജയത്തോടെ നടത്തുവാൻ അങ്ങ് മതിയായവനാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ നിരാശയിൽ, അവരുടെ സങ്കടത്തിൽ, അവരുടെ ഒറ്റപ്പെടലുകളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സ്വർഗീയ ദർശനങ്ങൾ ഇതിൻ്റെ മക്കൾ കാണട്ടെ, ആത്മീയമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ആത്മീയമായ ദർശനങ്ങൾ ഉണ്ടാവട്ടെ. കർത്താവെ, അവരുടെ കണ്ണിലെ കണ്ണുനീരൊക്കെയും എൻ്റെ കർത്താവ് തുടച്ച്, കർത്താവെ ആമേ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് അവരെ ഉയർത്തി മാനിക്കാൻ പോണ കൃപയ്ക്കായി സ്തോത്രം. പോയ നാളിൽ അവരെവിടെയൊക്കെ തലകുനിക്കപ്പെട്ടു, പോയ നാളിൽ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു, ഒറ്റപ്പെട്ടു, കർത്താവ് ആ ഇടങ്ങളിലെല്ലാം എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാന്യത നൽകി എൻ്റെ കർത്താവ് മാനിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ഏറെ നന്മകളാൽ നിറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കാൻ പറ്റുമ്പോൾ അത്രയും കൂടി പ്രാർത്ഥിക്കാനും ദൈവത്തിലിരിക്കാനും അത്രയും കൂടി ശുശ്രൂഷ ചെയ്യാനും കർത്താവ് എനിക്ക് വലിയ ഉത്സാഹമാണ് തരുന്നത്. ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവിനെ വെച്ചാൽ വീണ്ടും കാണാം. പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.